ദീപ നിശാന്ത് മോഷ്ടിച്ച് പ്രസിദ്ധീകരിച്ച എസ് കലേഷിൻ്റെ കവിതയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഒരു പക്ഷേ കാലം കരുതി വെച്ച ഒരു പുരസ്കാരം എന്ന് വേണമെങ്കിൽ ഈ കവിതാ സമാഹാരത്തിനെ വിശേഷിപ്പിക്കാം. കാരണം അത്രമാത്രം ഈ കവിത വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഈ വിവാദം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എസ് കലേഷാണ് അങ്ങനെയിരിക്കെ മരിച്ചുപോയ ഞാൻ നീ എന്ന കവിത പ്രസിദ്ധീകരിച്ചത്. ഈ കവിത ശ്രീചിത്രൻ എന്നയാൾ ദീപ നിശാന്തിന്, അധ്യാപികയായ ദീപ നിശാന്തിന് അയച്ചു കൊടുക്കുകയായിരുന്നു. ദീപ നിശാന്ത് ഈ കവിത എടുത്ത് AKPCTIയുടെ മുഖപത്രത്തിലേക്ക് അയച്ചു കൊടുത്തു. അവിടെ ആ മുഖപത്രം ഇവിടെ ഈ കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കവിത വിവാദമുണ്ടായത്. എന്നാൽ പിന്നീട് ഇത് തൻ്റെ കവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കലേഷ് രംഗത്ത് വന്നതോടുകൂടി ദീപ നിശാന്ത് സത്യം വെളിപ്പെടുത്താൻ തയ്യാറാവുകയായിരുന്നു. ഈ കവിത തൻ്റേതല്ല, കലേഷിന് തന്നെയാണ്, ഇത് എനിക്ക് ശ്രീചിത്രൻ അയച്ചു തന്നതാണ്, തനിക്കൊരു തെറ്റുപറ്റി, താനത് AKPCTIയുടെ മാഗസിനിലേക്ക് തൻ്റേതെന്ന പേരിൽ അയച്ചു കൊടുക്കുകയായിരുന്നു എന്ന് ദീപ നിശാന്ത് പൊതുസമൂഹത്തോട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്തു. തുടർന്ന് നിരവധി ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ദീപ നിശാന്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒടുവിൽ ഇപ്പോൾ ഇന്ന് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ എൻഡോമെൻ്റ് അവാർഡ് എസ് കലേഷിൻ്റെ ഒരു പുസ്തകത്തിനാണ്. ഈ കവിത ഉൾപ്പെട്ട, അതായത് അങ്ങനെയിരിക്കെ മരിച്ചുപോയ ഞാൻ നീ എന്ന കവിത ഉൾപ്പെട്ട ഒരു സമാഹാരത്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ശബ്ദ മഹാസമുദ്രം എന്നാണ് ഈ കവിതാ സമാഹാരത്തിൻ്റെ പേര്. ശബ്ദ മഹാസമുദ്രത്തിനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻ്റ് പുരസ്കാരത്തിന് അർഹമായത്. അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ നീ എന്ന കലേഷ് എഴുതിയ കവിത അങ്ങനെയിരിക്കെ എന്ന പേരിലാണ് ദീപ നിശാന്തിൻ്റെ രചനയായി AKPCTA മാഗസിനിൽ പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് മോഷണ ആരോപണവുമായി എസ് കലേഷ് തന്നെ രംഗത്ത് വരികയായിരുന്നു. തുടർന്നാണ് വിവാദം ഉണ്ടായത്. ഒടുവിൽ ദീപ നിശാന്ത് മുൻപ് സൂചിപ്പിച്ചതുപോലെ മാപ്പ് പറയുകയും വിവാദങ്ങൾ ഇപ്പോൾ ഏതാണ്ട് കെട്ടടങ്ങി നിൽക്കുകയുമാണ്. ആ ഘട്ടത്തിലാണ് അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അക്കാദമി പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തന്നെ പോലെയുള്ള പുതുതലമുറയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് പുരസ്കാരത്തെ കാണുന്നതെന്നുമാണ് കലേഷിൻ്റെ പ്രതികരണം. 2011 അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ നീ എന്ന കവിത എസ് കലേഷ് തൻ്റെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നീടത് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും CS വെങ്കടേശ്വരൻ ഈ കവിത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് 2015 ഇറങ്ങിയ ശബ്ദമഹാസമുദ്രം എന്ന കവിതാ സമാഹാരത്തിൽ കവിത ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് കലേഷിൻ്റെ ഈ കവിത പ്രസിദ്ധമാകുന്നത്. പക്ഷേ ഇത്രയും പ്രസിദ്ധമായ ഒരു കവിതയാണ് ശ്രീചിത്രൻ എടുത്ത് ദീപ നിശാന്തിന് അയച്ചു കൊടുക്കുന്നതും ദീപ അത് AKPCTIയുടെ മാഗസിന് അയച്ചു കൊടുത്ത് അത് പ്രസിദ്ധീകരിച്ച് വരികയും സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തത്. ഏതായാലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കവിത ഇപ്പോൾ കവിതാ സമാഹാരത്തിന്, എസ് കലേഷിൻ്റെ കവിതാ സമാഹാരത്തിന് അവാർഡ് കിട്ടിയതോടുകൂടി വീണ്ടും ഒരു പക്ഷേ പഴയ വിവാദങ്ങൾ പൊങ്ങി വന്നേക്കാം. ദീപ നിശാന്തിനെ അന്ന് ട്രോളിയ ട്രോളർമാർ ഒരുപക്ഷെ വീണ്ടും വന്നേക്കാം. ഏതായാലും അതിനൊന്നും ഇട നൽകാതെ കലേഷ് ഇപ്പോൾ വളരെ സൗമ്യമായി മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതോടെ വിവാദം തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കലേഷിന് കാലം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലം കാത്തുവെച്ച ആ പുരസ്കാരം തന്നെയാണ് ഇന്ന് ലഭിച്ചത് എന്നാണ് സാഹിത്യ വൃത്തങ്ങളിലെ അഭിപ്രായം.